2012 ദുബായിലേക്ക് ജോലിക്കായി പോയതാണ് പുനലൂർ സ്വദേശിയായ രഞ്ജിത്ത് രാജൻ. ഇതിനിടയിൽ 2 പ്രാവശ്യം രഞ്ജിത്ത് വീട്ടിലേക്ക് വരികയുണ്ടായി അവധിക്ക്. അവസാനമായി 2017 രഞ്ജിത്ത് വീട്ടിലേക്ക് വന്നത്. അതിനുശേഷം വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. മകൻ വരാത്തതിൻ്റെ കാരണം മാതാപിതാക്കൾ തിരക്കിയപ്പോൾ രഞ്ജിത്ത് പറയുന്നത് അവിടെ ഏതോ കേസിൽ ഉൾപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഏതോ ട്രാവൽ ബാൻ ഉണ്ടാകുകയും ചെയ്തു എന്നതാണ്. ഇപ്പോൾ മകനെ നാട്ടിലെത്തിക്കാൻ പ്രവാസ ലോകത്തിൻ്റെ ഇടപെടൽ തേടിയാണ് അമ്മ കല ഇവിടെ എത്തിയിരിക്കുന്നത്. മകൻ പോയിട്ട് എത്ര കൊല്ലമായി? അവൻ ആദ്യം പോയത് 2012 എന്നിട്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പെങ്ങളുടെ കല്യാണത്തിനും അല്ലാതെ 1 പ്രാവശ്യവും. പിന്നെ ഇപ്പം വന്നിട്ട് പോയത് 2017. ഇതിനിടയ്ക്ക് 7 കൊല്ലമായി. ഇപ്പം 4-5 പ്രാവശ്യം മാത്രമേ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഇപ്പം ചോദിക്കുമ്പോൾ അതെ, നിങ്ങളായിട്ട് തീരെ ബന്ധമില്ലാതായിട്ട് തീരെ ബന്ധം 3 മാസമായി. 3 മാസമായിട്ട്. എത്ര മക്കളാ? എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോള്, ഇളയതാ ഈ പയ്യൻ മോന്. 3 മക്കളല്ലേ? 2 മക്കളാണ്. അതെ, മോളെ എറണാകുളത്താണ് കല്യാണം കഴിച്ചേക്കുന്നത്. പോയി മോൻ 2 കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇയാൾക്ക് എത്ര വയസ്സായി? ഇയാൾക്ക് ഇപ്പം 33-ാമത്തെ വയസ്സ്. കല്യാണം കൊറോണ സമയത്ത് ഇയാൾക്ക് കല്യാണം നോക്കി എല്ലാം ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ ആ കൊറോണ സമയത്ത് പുള്ളിക്ക് കയറി വരാൻ ഒത്തില്ല. പിന്നെ അവർക്ക് സമയമായതുകൊണ്ട് അവർ ആ കുഞ്ഞിനെ വേറെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ ഇയാളിങ്ങനെ അങ്ങ് ഓരോരോ അവധി അങ്ങ് പറയുമായിരുന്നു. എനിക്ക് ഹൗസ് വൈഫാണ്, ജോലിയൊന്നും പ്രത്യേകിച്ചില്ല. ഭർത്താവിന് സുഖമില്ല, ഒരു കട പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം പോകുന്നില്ല. ഞങ്ങൾ താമസിക്കുന്ന വാടകയാണ്. അപ്പം വീട് പുനലൂര്. അതെ. അപ്പം ഇപ്പം അവന് ഒരു അഡ്രസ്സും കാണാനും കേൾക്കാനും ഇല്ല. അപ്പം കഴിഞ്ഞ മാസം പകുതി ആയപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അമ്മ എൻ്റെ പാസ്പോർട്ട് കഴിഞ്ഞ മാസം പാസ്പോർട്ടൊക്കെ പണയവാ, ഇതൊരു ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ നീ ഇപ്പം എന്തോത്തിനാണ് പോകുന്നത്? അപ്പം ഞാൻ മണ്ണ് കുഴിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞു. മണ്ണ് കുഴിക്കാനാണ് പോകുന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നീ എവിടെ കിടക്കുന്നത്? അത് അവിടെ ഇവിടെയൊക്കെ അങ്ങ് കാര്യങ്ങൾ കഴിഞ്ഞ് പോകുന്നെന്ന് പറഞ്ഞു. അപ്പം ഇനി എന്തുവാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനിപ്പം പോകുന്നിടത്തുനിന്ന് പൈസ കിട്ടിയിട്ട് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാസം ആദ്യം ഒരു ഫോൺ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതാ എൻ്റെ നമ്പർ, വാട്സപ്പൊന്നുമില്ല, ഞാൻ പിന്നെ പരുവം പോലെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിക്കുമ്പോഴെല്ലാം നമ്പർ സ്വിച്ച് ഓഫാണ്. പിന്നെ ഒരു വിവരവും അറിയാനില്ല. പരിചയക്കാരെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒരു പരിചയക്കാരനാണ് പറഞ്ഞ് പിന്നെ ദുബായ് അൽക്കൂസ് 4 അപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചപ്പോഴും ഇവൻ പറഞ്ഞ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഇയാൾക്ക് കടമായിട്ടൊന്നുമില്ല. ഇയാൾക്ക് എന്തോ ഒരു കമ്പനിയിൽ ഒരു ഫിലിപ്പീൻസിൻ്റെ സ്ത്രീയും ഇയാളുമായിട്ട് ആ കമ്പനി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ആ പെങ്കൊച്ച് വരച്ചതാണെന്നാണ് ഇവൻ പറയുന്നത്. പക്ഷേ എനിക്കിതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയത്തില്ല. ഈ പറയുന്നതേ എനിക്കറിയാവൂ. അപ്പം നാട്ടിൽ വരാൻ ഒക്കത്തില്ല എന്നാണ് ഇവൻ പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര ട്രാവൽ ബാനുണ്ട്? അത് 3 ട്രാവൽ ബാൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തുവാ ഏതാ എന്നൊന്നും ഒരു പിടിയുമില്ല. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 10ാം ക്ലാസ് വരെ. അയാൾ BSc മൾട്ടിമീഡിയ ഡിസൈൻ. അങ്ങനത്തെ ജോലിയായിരുന്നോ? അല്ല, പോയപ്പോൾ അവനൊരു കമ്പനിയിലെ മാനേജറായിട്ടാണ് കിട്ടിയത്, മെറ്റീരിയൽസ് കമ്പനിയിൽ. ഫിലിപ്പീനിയും പറ്റിച്ചാണെന്നാ പറയുന്നത്. എന്നാ ഇവൻ പറയുന്നത്. നമുക്കറിയില്ല, എനിക്കിതൊന്നും അറിയില്ല. അയാൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പൈസ ഇപ്പം വന്നിട്ട് 2 വർഷമായി. അതിന് മുമ്പിട്ട് എന്തോ നിസ്സാര പൈസകളായിട്ടൊക്കെ ഉള്ളൂ. വീട്ടിൽ ഒരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ സ്ഥലം എടുക്കാനോ ഒരു ഉത്തരവാദിത്ത ബോധമൊന്നും കാണിച്ചില്ല ഇയാൾക്കില്ല അല്ലേ? പൊതുവെ ആൾ ഇവിടുന്ന് പോയപ്പോൾ ഡീസൻ്റ് അയാൾ. എല്ലാവരും പറയുമായിരുന്നു പിന്നെ നല്ല പിള്ളേരാ, അവരെ കണ്ടുപഠിക്കണമെന്നൊക്കെയാണ് ഞങ്ങളുടെ അയൽവാസികളൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോയതിന് ശേഷം എന്തോ സംഭവിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല. അയാൾ പൊതുവെ എങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്? പൈസ ആഡംബരം കാണിച്ച് ജീവിക്കുന്നവന്. ഇവൻ ശരീരം മൊത്തവും ടാറ്റു ഒക്കെ കുത്തി നടന്നപ്പോഴേ ഞാൻ പറഞ്ഞു മോനെ, ഇതൊന്നും നമുക്ക് ചേരുന്നതല്ല, നമുക്ക് യാതൊരുവിധ ഇതുമില്ല, നിന്നില്ല പ്രതീക്ഷ എന്നൊക്കെ പറയുന്നു. പറയാനല്ലേ ഒക്കൂ. അപ്പം എങ്ങനെയെങ്കിലും ഇവനെ നാട്ടിൽ കൊണ്ടുവരണം. നമുക്ക് നോക്കാലോ അമ്മേ. എൻ്റെ അഭിപ്രായത്തിൽ ഇയാളേൽ കുറച്ച് പെശകുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അമ്മ പറഞ്ഞതിൽ നിന്ന് ഇയാളൊരു വഴിവിട്ട ജീവിതമാണ് നടത്തിയിട്ടുള്ളത്. ഇയാളെ ദാരിദ്ര്യത്തിലും ഇയാളെ കഷ്ടപ്പാടിലും നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് ശ്രമിക്കാതെ
കിട്ടിയ കാശും മറ്റൊക്കെ തൻ്റെ ആർഭാടത്തിനും തൻ്റെ ഈ പരിഷ്കാരങ്ങൾക്കും വേണ്ടി ചിലവാക്കിയ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? അതെ. അപ്പോൾ അച്ഛനും അമ്മയും കുടുംബവും ഇങ്ങനെ വാടകയ്ക്കും നിത്യന്തരമില്ലാത്ത ഒരവസ്ഥയിലാണെന്ന് അയാൾ മനസ്സിലാക്കിയില്ല എന്നാണ് എനിക്ക് ആ തോന്നുന്നത്. ചിന്ത ഇല്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ. ഇതിന് 33 വയസ്സായി. അതെ. മോനെ, നീ എവിടെയാണെങ്കിലും മരണം എന്തോ പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. നമ്മൾ ജീവിതത്തിൽ എന്തും തരണം ചെയ്തെങ്കിലേ മുമ്പോട്ട് പോകാൻ നോക്കൂ. ആ ഒരു ഉറച്ച പ്രതീക്ഷയോടെ നീ വരണം. നിനക്കറിയാമല്ലോ കാര്യങ്ങൾ. അപ്പായ്ക്ക് സുഖമില്ലാതെ കിടപ്പില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ കുടുംബം എങ്ങനെ കഴിയുന്നെന്ന് പോലും നീ ചിന്തിച്ചിട്ടില്ല. വന്നതും പോയതും എല്ലാം പോട്ടെ, ഇനിയെങ്കിലും നല്ലൊരു ജീവിതത്തിലേക്ക് നീ തുടങ്ങുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഇത് ഷാർജയിലെ അൽക്കൂസിലുള്ള പ്രവാസികളോടും രഞ്ജിത്തിനോടും കൂടെയുള്ള ഇതാണ്. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് അഭ്യർത്ഥനകൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പലതും ഫലം കണ്ടിട്ടുണ്ട്, പലതും ഫലം കാണാതെ പോയിട്ടുണ്ട്. ഭൂരിപക്ഷവും ഞങ്ങൾക്ക് റിസൾട്ട് തരുന്ന അഭിസംബോധനകളാണ് ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. അത് കേരളത്തിലെ പ്രവാസികളായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റാവുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചാനലിൻ്റെ ഈ പ്രോഗ്രാം 24 വർഷമായിട്ടും അഭംഗുരം തുടരാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പ്രോഗ്രാം ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇത് മാറാൻ കാരണം വളരെ വ്യത്യസ്തമായ ഇടപെടലുകൾ, അതുപോലെ നിരാലംബരായ മനുഷ്യരെക്കുറിച്ചുള്ള ആവലാതികൾ, ഭയാശങ്കകൾ, ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഇത് ഞങ്ങൾ ഉപയോഗിച്ചത്. അല്ലാതെ നമ്മൾ മറ്റു രീതിയിലുള്ള ഒരു കച്ചവട താല്പര്യമോ ഒന്നും മുന്നിൽ വെച്ചുകൊണ്ടല്ല ഈ ചാനൽ ഈ പ്രോഗ്രാം ചെയ്തത് എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് വരുന്ന ആളുകളുടെ രോദനങ്ങൾ, സങ്കടങ്ങൾ, ആവശ്യങ്ങൾ, ഇതൊക്കെ തന്നെ പ്രവാസി സമൂഹം വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് രഞ്ജിത്തിൻ്റെ ഈ കഥ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. രഞ്ജിത്തിനെ കഴിയുന്നതും വേഗം നാട്ടിലേക്ക് അയക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. എന്തൊക്കെ അതിന് പറ്റാവുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട്, അവിടുത്തെ സംഘടനകളുണ്ട്. ഞാനിപ്പോൾ സംഘടനകളെ പേരൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. എല്ലാ പാർട്ടികളിലും പെട്ട എല്ലാ സംഘടനകളും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഷാർജ. അവരുടെ സഹായ ഹസ്തങ്ങൾ രഞ്ജിത്തിന് കിട്ടണം. രഞ്ജിത്ത് ചെയ്യേണ്ടത് രഞ്ജിത്തിൻ്റെ നിലപാട് മാറ്റാൻ. രഞ്ജിത്ത് നമ്മളെ നിലപാട് മാറ്റിയാലേ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. രഞ്ജിത്ത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. രഞ്ജിത്ത് ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് ടാറ്റടിച്ച് പോകേണ്ട ഒരാളല്ല. വളരെ നിർധനരായിട്ട് അന്നന്ന് ജോലി ചെയ്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ് രഞ്ജിത്ത്. ആ ഒരു ബോധം രഞ്ജിത്തിന് ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഉണ്ടാവുക? നിങ്ങൾ പോയിട്ട് 1-2 കൊല്ലമല്ല, നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, അതൊന്നും നിങ്ങൾ ഉപയോഗിച്ചില്ല. അതാണിപ്പോൾ നിങ്ങൾക്ക് അമ്മയെ വിളിക്കാൻ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഗതി വന്നത്. നിങ്ങളെ മുഴുവൻ കുറ്റവിമുക്തനാക്കാൻ എനിക്ക് കഴിയില്ല. അമ്മ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുള്ളത്. അമ്മയ്ക്ക് കരയാനല്ലേ പറ്റൂ നിങ്ങളൊക്കെ ഓർത്തിട്ട്. നിങ്ങളൊക്കെ ഏത് കാലം വരെ നോക്കണോടോ ഇവരൊക്കെ? നിങ്ങൾ കയ്യാ വളരണം കാലാ വളരണം എന്ന് വെച്ചിട്ട് വളർത്തിയിട്ട് നിങ്ങൾക്ക് ഒരു പൊസിഷൻ ഉണ്ടാക്കി തന്ന് ഈ ദാരിദ്ര്യത്തിൻ്റെ ഇടയിലും അതിൽ നിന്ന് പിടിച്ച് കയറല്ലേ രഞ്ജിത്ത് ചെയ്യേണ്ടിയിരുന്നത് നല്ല ജോലി കിട്ടിയപ്പോൾ? അല്ലാതെ വല്ലവരുടെ വാക്കും പറഞ്ഞിട്ട് വല്ല ഇതിലും ചെന്ന് ചതിയിൽ ചെന്ന് ചാടിയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ബാൻ മേടിച്ച് വെക്കലായിരുന്നു നിങ്ങളെ പണി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാണ് ഈ ട്രാവൽ ബാൻ ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളത് മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടി നോക്കി നിങ്ങൾ നാട്ടിൽ വരിക. അതാണ് മെയിനായിട്ടുള്ളത്. നാട്ടിൽ വന്ന് നിങ്ങൾ തിരിച്ചു പോകുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും. കുറച്ച് കടമൊക്കെ ഉണ്ടാവും, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സുഹൃത്തുക്കളോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ചെയ്തിട്ട് പോകണം. അത് അവസാനത്തെ സഹായം മേടിക്കലാവണം. പിന്നെ ഒരിക്കലും ജീവിതത്തിൽ സഹായം വാങ്ങിക്കരുത്. പിന്നെ അങ്ങോട്ട് കൊടുക്കുന്നതാവണം സഹായങ്ങൾ. അതുകൊണ്ട് രഞ്ജിത്ത് തൻ്റെ ജീവിതത്തിൽ വന്ന ഈ പിഴവുകൾ തിരുത്തി
പ്രവാസ ലോകത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പ്രവാസികളെ അല്ലെങ്കിൽ ബഹുജന സംഘടനകളെ ആരെയെങ്കിലും ബന്ധപ്പെടുകയും അമ്മയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയും വേണം. അമ്മയെ വിളിക്കാം. ഞങ്ങളുടെ വളരെ പ്രശസ്തനായ റഫീഖ് റാവുത്തറുണ്ട്, അദ്ദേഹത്തെ വിളിക്കാം. ഒക്കെ തന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. അമ്മ ഇത്രയാണ് നമുക്കിപ്പോൾ ഇതിൽ പറയാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, എന്താ തോന്നണത്? അല്ലേ, ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ കല ധൈര്യമായിട്ട് പോവാം. മകൻ വരും, ഒരു സംശയവും വേണ്ട കേട്ടോ. ഭർത്താവിനോട് പറയാം. ഓക്കെ, താങ്ക് യു.